ഈ കാണുന്നൊരു ദേശീയപാത, ഇത് കുമിളിക്ക് പോകുന്ന വഴിയാട്ടോ. ഈ കുമിളിക്ക് പോകുന്ന വഴി ഇതുണ്ട്, ഇത് എറണാകുളത്തിന് പോകുന്ന വഴിയാണ്. അവിടുന്ന് നമ്മൾ ഈ റോഡ് സൈഡിൽ നിന്ന് ഇങ്ങനെ താഴത്തേക്ക് നോക്കുമ്പോഴത്തേക്ക് കാണുന്ന ഒരു അടിപൊളി വീടാണ്. ഇത് പഴയൊരു വീടാണ്, അത് പുതിയതാക്കി പണിയാനായിട്ടുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക കേട്ടോ. അതാണ് കാണിക്കുന്നത്. അപ്പം നമുക്ക് ആ വീടിൻ്റെ പണികളൊക്കെ ഒന്ന് കണ്ടാലോ. നമ്മളിപ്പോൾ കാണുന്നത് ഓടും ആസ്പെറ്റോ ഷീറ്റും കൊണ്ട് നേരത്തെ മേഞ്ഞിരുന്ന നല്ലൊരു വീടാണ്. ആ വീട് നിർത്തിക്കൊണ്ട് തന്നെ ചില മാറ്റങ്ങൾ വരുത്തിക്കൊണ്ട് പണിയുന്ന ഭാഗങ്ങളാണ് നമ്മൾ കാണുന്നത്. അതിൻ്റെ നമ്മൾ നോക്കുമ്പോൾ തന്നെ കാണാം, ജനലുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്, പല ഭിത്തികൾ കുറേ ഭാഗം പൊളിച്ചിട്ടുണ്ട്. ജനലുകളെല്ലാം മാറ്റി മെറ്റൽ ജനലുകളാണ് വെച്ചിരിക്കുന്നത്. അതാണ് കാണുന്നത്. എൻ്റെ ഫ്രെയിമിൻ്റെ വർക്കുകളൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണത്. അതാണ് കാണുന്നത്. അപ്പോൾ ഒരു പുതിയ രീതിയിൽ ലേറ്റസ്റ്റ് മോഡലിലുള്ളൊരു വീടാണ് ഇതുകൊണ്ട് തീർക്കുന്നത്. തറയാണെങ്കിലും പഴയ തറകളൊക്കെ തന്നെയാണ്, വലിയ മാറ്റങ്ങളൊന്നും വരുത്തിയിട്ടില്ല. ഇതിൻ്റെ അളവിൻ്റെ അനുസരിച്ചുള്ള മാറ്റങ്ങളാണ് വരുത്തിയിരിക്കുന്നത്. അപ്പോൾ അതനുസരിച്ച് തന്നെ ഇവിടുന്ന് കൊടുത്തിരിക്കുന്നത് ഇവിടെ മെറ്റൽ പൈപ്പുകൾ, സ്ക്വയർ പൈപ്പുകളൊക്കെയാണ് സ്ട്രോങ് ആയിട്ട് കൊടുത്തിരിക്കുന്നത്. ഇതിൻ്റെ പണികളാണ് ഊർജിതമായിട്ട് നടന്നുകൊണ്ടിരിക്കുന്നത്. ജനലുകൾ കംപ്ലീറ്റ് മാറ്റിയിട്ടുണ്ട്, എല്ലാം മെറ്റലാക്കിയിട്ടുണ്ടെന്നുള്ളതാണ് എൻ്റെ പ്രശ്നം. പിന്നെ മുറിയുടെ അളവുകളും ഹാളുകളും സിറ്റ് ഔട്ടുകളും എല്ലാം മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. അപ്പോൾ നമുക്ക് മുറിക്കകത്തേക്ക് കയറി ഇതൊന്ന് കാണാം. നമ്മളിത് നേരത്തെ ഇത് ഹാളായിരുന്നു. ആ ഹാളിൽ വന്ന സമയത്ത് ആ മുറിയുടെ ഡിസൈന് കംപ്ലീറ്റ് അങ്ങ് മാറ്റി. 10-50 വർഷം പഴക്കമുള്ളൊരു വീടായിരുന്നു. ആ വീട് നമുക്ക് ആ സമയത്ത് നമുക്ക് എടുക്കാനായിട്ട് പറ്റിയില്ല. അപ്പം ഒരു പ്രാവശ്യമൊക്കെ കുറേ പ്രാവശ്യം വന്നിട്ടുണ്ട്. വന്ന സമയത്തൊക്കെ നമ്മൾ കണ്ടിരുന്നതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ ചെറിയൊരു ഹാളാണ് ഫ്രണ്ടിൽ കണ്ടിരുന്നത്. അതെല്ലാം മാറ്റി ഇപ്പോൾ വലിയൊരു ഹാളായിട്ട് തീർത്തിരിക്കുകയാണത്. അപ്പോൾ നല്ല ഡിസൈനിങ് ആയിട്ടെല്ലാം തീർത്തിരിക്കുകയാണത്. അപ്പോൾ നമ്മളിവിടെ കയറുമ്പോഴത്തേക്ക് ഇവിടെ ഒരു റൂം നമുക്ക് ഇതിനകത്ത് കാണാൻ പറ്റും. അപ്പം ആ റൂമിൻ്റെ പണികളെല്ലാം മറ്റുമെല്ലാം നടത്തിക്കൊണ്ടിരിക്കുന്നു. അതുകൂടാണ്ട് ഇവിടെ ഒരു മുറി ഉണ്ടായിരുന്നു, അത് മാറ്റിൻ്റെ പുറകിൽ നല്ലൊരു വേറൊരു ഡിസൈനിലുള്ള നല്ലൊരു മുറികളും കാര്യങ്ങളും ഒക്കെ നമുക്ക് അവിടെയും കാണാൻ സാധിക്കും. ഇവിടെ നിന്ന് വരുമ്പോഴത്തേക്ക് കയറി വരുന്ന സമയത്ത് ഇതും ഒരു മുറിയാണ്. ഇത് മുറിയല്ലേ? കിച്ചണാണത് കാണുന്നത്. അപ്പോൾ നമ്മൾ വരുമ്പോഴത്തേക്ക് ഇത് കാണുന്നതെന്ന് പറഞ്ഞാൽ അടുപ്പ് ആണ്, വിറകുകൊണ്ട് കത്തിക്കുന്ന അടുപ്പാണ് നമ്മളീ കാണുന്നത്. ഇതുണ്ടോ, ഇതാണ് ആ പഴയ അടുപ്പ്, അതുപോലെ തന്നെ നിലനിർത്തിയിരിക്കുവാണ്. ഇതിവിടെ നേരത്തെ ഉണ്ടായിരുന്ന മരക്കട്ടള പോയതിന് ശേഷം ഇത് വാർക്ക കട്ടളയാണ് ഇപ്പോൾ ഇവിടെ വെച്ചിരിക്കുന്നത്. അതിന് മുകളിൽ തന്നെയാണുള്ള വെന്റിലേഷൻ പിടിപ്പിച്ചിട്ടുണ്ട്. ഈ പഴയ വിറക് കത്തിക്കുന്നതുകൊണ്ടോ കളർ കണ്ടോ, ഇത് നമുക്ക് പുകയില്ലാത്ത അടുപ്പും അല്ലാണ്ട് തന്നെ നേരിട്ട് വെക്കുന്ന രീതിയിലുള്ള പണികളും മറ്റുമൊക്കെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അത് അതുപോലെ തന്നെ നിർത്തിയിരിക്കുകയാണ്. നമുക്ക് അധികം പൈസ ചിലവില്ലാത്ത രീതിയിൽ പഴയ വീടിനെ മോഡിഫൈ ചെയ്ത് ലേറ്റസ്റ്റ് മോഡൽ ആക്കുന്ന ഒരു ഭാഗമാണ് നമ്മളിവിടെ കണ്ടുകൊണ്ടിരിക്കുന്നത്. സാർ അത് ആ കാണുന്ന ഇത് നമ്മൾ അടുത്ത് വാർക്കേരിയിലോട്ട് കയറുവാണ്. അപ്പോൾ നമ്മളിതിൻ്റെ പ്രത്യേകത ഇതുണ്ടോ, ചില വീതി കൂടിയ സ്ഥലങ്ങളിൽ വാർക്കജനലിലാണ് ഫിറ്റ് ചെയ്ത് വെച്ചിരിക്കുന്നത്. അതുകൂടാണ്ട് ഇങ്ങോട്ട് വന്നിട്ടുണ്ടോ, ഇത് GI മെറ്റൽ ഇരുമ്പ് കൊണ്ടുള്ള ജനലുകളാണ് ഇവിടെ വെച്ചിരിക്കുന്നത്. ഒരു കാലത്തും പോകത്തില്ല. അതുകൊണ്ടാണ്ട് അടുത്തത് ഇതിനകത്ത് കയറുമ്പോഴത്തേക്ക് വർക്കേരിയാണ് നമ്മൾ കാണുന്നത്. വർക്കേരിയയിൽ 3 പാളി ജനൽ വെച്ചിട്ടുണ്ട്. അതുകൂടാണ്ട് ഇവിടെ നിന്ന് തന്നെയാണ് നമുക്ക് ഹാളിലേക്കും മറ്റും കാണുന്നതിന് വേണ്ടിയിട്ട് കണ്ടോ, വർക്കേരിയയിൽ നിന്നാണെങ്കിൽ നമുക്ക് ഹാളിലേക്ക് കാണുന്നതിന് വേണ്ടിയിട്ടും പിന്നെ അതിൻ്റെ അടുത്ത ഭാഗങ്ങളും മുറികളുമൊക്കെ കാണുന്നതിന് വേണ്ടിയിട്ടുള്ള ഓപ്പൺ ആയിട്ടുള്ള ജനലുകളും കാര്യങ്ങളും എല്ലാം കൊടുത്തിട്ടുണ്ട്. ഇതിപ്പോൾ ബാത്റൂം ആരി സ്റ്റോർ. അപ്പോൾ ഇതിൻ്റെ സ്റ്റോറിൻ്റെ പണികളാണ് ഇവിടെ നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സ്റ്റോറാണ് നമ്മൾ നിൽക്കുന്നത്. അപ്പോൾ ഇതിൻ്റെ പ്രത്യേകിച്ച് ഔട്ട് സൈഡ് ഭിത്തികളൊക്കെ ചെറിയ മാറ്റങ്ങൾ വരുത്തിയതിന് ശേഷം, ചില അളവുകളിൽ വ്യത്യാസം പെടുത്തിയതിന് ശേഷം അതിനെ മോഡിഫൈ ചെയ്ത് ഏറ്റവും ലേറ്റസ്റ്റ് മോഡലിൽ 10-50 ലക്ഷം രൂപ ചിലവ് വരുന്ന രീതിയിലുള്ളത് മാറ്റിയിട്ട് ഏറ്റവും ചുരുങ്ങിയ ചിലവിലുള്ള പണിയാണ് നമ്മൾ കാണുന്നത്. ഇതിൻ്റെ ബിന്നിലൊക്കെ ഇതിൽ വാർത്തിട്ടുണ്ട്. ഇതുണ്ടോ, ഇതാണ് ഓപ്പൺ ആയിട്ടുള്ളത്. ഇതിന് ഇപ്പോഴത്തെ വീടുകളുടെ ഒരു പ്രത്യേകത, ഹാളിൽ നിന്ന് നമ്മളിതുണ്ടോ, ഈ കിച്ചണിൽ നിന്ന് നമ്മൾ നോക്കുന്ന സമയത്ത് ഇതിൻ്റെ ഒരു വർക്ക് കണ്ടത്. ഇതിന് എന്നാ സാറേ വരുന്നത്, ഓപ്പൺ ജനലെന്ന് പറയാം, ഓപ്പൺ കിച്ചൺ എന്ന് പറയും. ആ രീതിയിലാണ് ഇതിൻ്റെ നിർമ്മാണ പ്രവർത്തനം നടത്തുന്നത്. വാഷ് ബേസിൻ എന്ന് പറഞ്ഞാൽ ഇവിടെ ഈ സൈഡിൽ കൂടെ ഇത് വാഷ് ബേസിൻ ഭാഗങ്ങൾ അവിടെ വരും. അവിടെ നിന്ന് തന്നെ നമുക്ക് ഇതിപ്പോൾ കിച്ചണിൽ നിന്ന് സെർവ് ചെയ്യത്തക്ക രീതിയിലാണ് ഇതിനെ ഡിസൈൻ ചെയ്തിരിക്കുന്നത്. ആണ്. അപ്പം നമ്മൾ എടുത്തു പറയേണ്ട ഒരു ഭാഗം എന്ന് പറഞ്ഞതുകൊണ്ടോ, പഴയ വീടിൻ്റെ ഭിത്തി നിൽക്കുന്നുണ്ടോ, ആ ഭിത്തി അതുപോലെ തന്നെ നിൽക്കുവാണ്. തറ അളവുകൾക്കൊന്നും മാറ്റമൊന്നും വരുത്തിയിട്ടില്ല. പണ്ട് ചെറിയ ചെറിയ മുറികളും മറ്റുമൊക്കെയാണ് ഉണ്ടായിരുന്നത്. അതെല്ലാം ഒഴിവാക്കിയിട്ട്
ഇതുണ്ടോ നല്ല ലേറ്റസ്റ്റ് മോഡൽ. നമ്മൾ ഹാളിലാണ് നിൽക്കുന്നത്. ഹാളിൽ നിന്ന് നമ്മൾ ഈ നോക്കുന്ന സമയത്ത് ഇതുണ്ടോ അപ്പോൾ വലിയ നല്ലൊരു അളവിൽ നല്ല വിസ്താരമായിട്ട് മുറികളും നല്ല സൗകര്യം. ഇതിന് മുകളിൽ GI അലുമിനിയം ഷീറ്റ് അത് അത് ചെയ്യാനാണ് പ്ലാൻ ഇട്ടിരിക്കുന്നത്. ഇത് നല്ല സീലിംഗ് കൂടെ ചെയ്ത് കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ നല്ല അടിപൊളിയായിട്ട് നല്ല വാർക്ക വീട് പോലെ നമുക്ക് തോന്നും. അതാ ഇത് നമുക്ക് ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് നമ്മൾ ഈ കാണുന്നത്. കണ്ടോ ഇത് അറ്റാച്ച്ഡ് ബെഡ്റൂമാണ് ഇവിടെ പണിതുകൊണ്ടിരിക്കുന്നത്. ഇതൊക്കെ കണ്ടോ ഇതൊക്കെ പഴയ ഇതൊക്കെ എന്ന് പറഞ്ഞാൽ ആ പഴയ ഭിത്തി തന്നെ അതുപോലെ നിൽക്കുക കേട്ടോ. അതെല്ലാം കൂടെ പൊളിച്ചതിന് ശേഷം കണ്ടോ ഇതെല്ലാം ഡിസൈൻ ചെയ്തിച്ച് മുഴുപ്പൊക്കെ കൂട്ടി കണ്ടോ ഇത് ബാത്റൂമാണത്. അപ്പോൾ ഇതുണ്ടോ ഇതെല്ലാം ആ പഴയ വീടിൽ നിന്ന് നല്ല ഇടയ്ക്കുള്ള ഭിത്തിയൊക്കെ പൊളിച്ചിരിക്കുന്നുണ്ടോ. ആ പൊളിച്ച് മാറ്റിയതിന് ശേഷമാണ് ഇത് കണ്ടോ ഇത് നല്ലൊരു മുഴുത്ത ബാത്റൂമായിട്ട് തന്നെ വന്നിരിക്കുകയാണത്. ബെഡ്റൂം വിത്ത് ബാത്റൂം. പിന്നെ മുകളിൽ സ്ട്രെസ് വർക്കൊക്കെ നടന്ന് വന്നുകൊണ്ടിരിക്കുന്നേ ഉള്ളൂ. ഇതിന് നേരത്തെ ഉണ്ടായിരുന്ന വീടിനേക്കാളും പൊക്കം കൂട്ടി അല്ലേ? ഏകദേശം 9 അടി ഉയരം അല്ലേ? 10 അടി തന്നെ 10 അടി തന്നെ ഉയരം കൂട്ടുന്നത്. കാരണം നമുക്ക് വീടുകൾക്ക് ഇപ്പോൾ ഏറ്റവും അത്യാവശ്യം വേണ്ടവനറിയോ 10 അടി. നേരത്തെ 9 അടിയായിരുന്നു, 8 അടി വയ്ക്കായിരുന്നു. അതൊക്കെ കഴിഞ്ഞു. നമുക്ക് നല്ല എയർ സർക്കുലേഷനും മറ്റുമൊക്കെ സീലിങ്ങും ഒക്കെ ചെയ്യുമ്പോഴത്തേക്ക് ശരിക്കും ഉയരവും അളവും കിട്ടുന്നതിന് വേണ്ടിയിട്ട് 10 അടി ഉയരം തന്നെ വെച്ചിട്ടുണ്ട്. ഇതൊരു ബെഡ്റൂം അല്ലേ? ഇതാണ് മാസ്റ്റർ ബെഡ്റൂം എന്ന് പറയുന്നത്. ഇതാണ് ബാത്റൂം. ഇതാണ് മാസ്റ്റർ ബെഡ്റൂം. ഇവിടെ ഉണ്ടായിരുന്നൊരു ജനല് മരത്തിൻ്റെ ആയിരുന്നു. അത് നമ്മൾ പൊളിച്ച് കളഞ്ഞതിന് ശേഷം അത് നമ്മൾ അടച്ചിട്ടുണ്ട്. എങ്ങനെ AC ഫിറ്റ് ചെയ്യാൻ ഇത് AC ഫിറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് വരുന്നതാണ്. AC ഫിറ്റ് ചെയ്യാൻ വേണ്ടി അതിപ്പോൾ ഇവിടെ ഉണ്ട് പഴയ വയറിംഗ് കണക്ഷനൊക്കെ ഉണ്ടോ അതെല്ലാം നിലനിൽക്കുന്നുണ്ട്. ഇവിടെ ഒരു ജനൽ വെച്ചിട്ടുണ്ട്. ഇപ്പോൾ AC ഫിറ്റ് ചെയ്യാനായിട്ടുള്ളതുകൊണ്ടാണ് ഇത് ചെയ്ത് തോന്നിക്കുന്നത്. വേനൽക്കാലം ആകുമ്പോൾ ചൂട് വന്നു കഴിഞ്ഞാൽ AC ആവശ്യം വന്നു കഴിഞ്ഞാൽ ഉപയോഗിക്കാനായിട്ട്. ഇതിന് ഉയരം എന്ന് പറയുന്നത് 10 അടി ഉയരത്തിലാണ് ഇത് പണിതിരിക്കുന്നത്. ആദ്യമേ പറഞ്ഞല്ലോ ഉയരം കൂടും തോറും വീടിൻ്റെ ഭംഗിയും കൂടും. രണ്ടാമത് നമുക്ക് എയർ സർക്കുലേഷനും നല്ലൊരു ഇടുങ്ങിയ ഒരു അവസ്ഥ ഇതിൽ നിന്ന് ഒഴിവായി പോകുന്നതാണ്. അപ്പോൾ ഇതിൻ്റെ തന്നെ ഒരു ബാത്റൂമിലേക്ക് ഇതൊരു ഡ്രസ്സിങ് ഏരിയ ആണ് ഇവിടെ വരുന്നത്. ഇവിടെ വരുന്ന ഡ്രസ്സിങ് ഏരിയ ആണ് ഇത് വരുന്നത്. ഷെൽഫുകളും മറ്റുമൊക്കെ ആയിട്ടാണ് ഡ്രസ്സിങ് ഏരിയയും മറ്റു കാര്യങ്ങളുമൊക്കെ ആയിട്ടാണ് ഇവിടെ വരുന്നത്. ഇവിടെ ഷെൽഫും കാര്യങ്ങളൊക്കെ അഡീഷണൽ ഫിറ്റിങ്സുകളൊക്കെ പറയും. പണികളൊക്കെ കിടക്കുവാണ്. അപ്പോൾ ഇനി പണി വരുന്നതനുസരിച്ചുള്ള അടുത്ത വീഡിയോ നമ്മൾ കാണിക്കും. അപ്പോൾ മെയിനായിട്ട് നമ്മൾ പഴയ ഒരു പഴയൊരു ഓടിട്ട വീട് പാർക്കിലുണ്ടോ ഓടിട്ട വീട് പുതിയതായിട്ട് എങ്ങനെയാണ് പണിതുകൊണ്ടിരുന്നുള്ളതിൻ്റെ സ്റ്റാർട്ടിങ് വീഡിയോ ആണ് നമ്മളിപ്പോൾ ചെയ്യുന്നത്. അതിൻ്റെ പണികളാണ് ഇത് പുരോഗമിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഘട്ടം ഘട്ടമായിട്ടുള്ള പണികൾ നമ്മൾ കാണിക്കും. ഈ ഒരു പഴയ വീടിൻ്റെ എടുക്കാൻ പറ്റില്ല, എടുത്ത് വെക്കേണ്ടതായിരുന്നു. അകത്ത് കയറി പൊളിക്കുന്നതിനും എടുത്ത് വെക്കേണ്ടതായിരുന്നു. അത് പറ്റിയില്ല. അങ്ങനെയാണെങ്കിൽ ഇതിൻ്റെ വ്യത്യാസം അറിയാൻ പറ്റുമായിരുന്നു. അപ്പോൾ നിലവിൽ ഇതിൻ്റെ പണി തുടങ്ങി. ഇപ്പോൾ ഹാളെന്ന് പറഞ്ഞാൽ നല്ല മുഴുത്തൊരു ഹാളാണ്. നല്ല ഒരു വീട്ടിലൊരു കുടുംബയോഗം കൂടത്തക്ക രീതിയിലുള്ള വലിയൊരു ഹാളാണ് ഈ വീടിനുള്ളത്. ആവശ്യം അത്രയും മുറികളും ഉണ്ട്, എല്ലാ സൗകര്യങ്ങളും ഉണ്ട്. അപ്പോൾ ആ പഴയ വീടിനെ നമ്മൾ ഒക്കെയാണിത്. അപ്പം നമ്മളിതിൻ്റെ സിറ്റ് ഔട്ട് വന്നിരിക്കുക. സാറേ സിറ്റ് ഔട്ടിൻ്റെ പ്രത്യേകം എങ്ങനെയാണ്? യൂറോപ്യൻ സിറ്റ് ഔട്ട്. യൂറോപ്യൻ സിറ്റ് ഔട്ട് എന്ന് പറഞ്ഞാൽ എങ്ങനെയാണ് സാറേ അത് വരുന്നത്? ഓപ്പൺ ആയിരിക്കും. ഇതേമാതിരിയുള്ള റൂഫിംഗ് പ്ലാന്റിങ് റൂഫ്. പ്ലാന്റിങ് റൂഫായിരിക്കും. ഓപ്പൺ. അപ്പോൾ അങ്ങനെയാണ് ഇതിൻ്റെ ആ സിറ്റ് ഔട്ട് ഡിസൈൻ ചെയ്തിരിക്കുന്നത്. നമുക്ക് കാറ്റും ഒക്കെ കൊണ്ട് പ്രകൃതി ഭംഗിയൊക്കെ ആസ്വദിച്ച് നമുക്ക് ഓപ്പണായിട്ട് ഇരിക്കാൻ പറ്റും. നമ്മുടെ ഇവിടുത്തെ ഒരു കാലാവസ്ഥ വെച്ച് ഏറ്റവും നല്ലതാണ്. ഈ സൈഡിലൊരു കാർ ഷെഡ്. ഇടത് സൈഡിലൊരു കാർ ഷെഡ് വരും. ഇടത് സൈഡിൽ കാർ ഷെഡ് വരുന്നുണ്ട്. അപ്പോൾ അതിൻ്റെ ഈ പണിയെല്ലാം തീർന്നതിന് ശേഷമാണ് വരുന്നത്. അപ്പോൾ അതിൻ്റെ പണികളും മറ്റുമൊക്കെ ആയിട്ട് ഇങ്ങനെ നടന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പം ഇതാണ് എൻ്റെ മെയിനായിട്ട്. അപ്പോൾ അടുത്ത പണിയായിട്ട് നമ്മൾ അടുത്ത സ്റ്റേജ് വരുമ്പോൾ കാണിക്കും. ഷീറ്റ് മെയ്യുന്ന സമയത്ത് നമ്മൾ അടുത്ത പണികൾ നമ്മൾ ഇത് കാണിക്കുന്നത്. അപ്പോൾ നമ്മൾ പണി ചെയ്യുന്ന ചേട്ടന്മാരൊക്കെയാണ് പണി ചെയ്തുകൊണ്ടിരിക്കുന്നത്. അപ്പോൾ നല്ലൊരു 1200 സ്ക്വയർ ഫീറ്റ് ഏകദേശം വരുന്ന അളവിലുള്ള ഇതാണെന്നാണ് തോന്നുന്നത് കണ്ടിട്ട്. അപ്പോൾ എങ്ങനെയാണല്ലോ നല്ല അടിപൊളിയായിട്ടുള്ള രീതിയിലുള്ള പണികൾ നടന്നുകൊണ്ടിരിക്കുക. അപ്പോൾ അടുത്ത വീഡിയോ നമ്മൾ ഇതിൻ്റെ റൂഫ് മെയ്യുന്ന സമയത്ത് നമ്മളത് കാണിക്കാതെ. ഇപ്പം നിലവിലൊരു സ്ട്രെസ് വർക്ക് ചെറിയൊരു വർക്കിൽ തുടങ്ങിയിട്ടേ ഉള്ളൂ. അതിൻ്റെയാണ് നമ്മളിപ്പം ഇവിടെ കാണിക്കുന്നത്. പണികൾ തുറന്നുകൊണ്ടിരിക്കുന്നു. സാറേ നമ്മൾ ഈ വീട് പണിയുന്നതിൻ്റെ പ്രത്യേകതകൾ എന്തൊക്കെയാണ്? ഇതിൻ്റെ പ്രത്യേകത പഴയ ഭിത്തികൾ നിലനിർത്തിക്കൊണ്ട് മാക്സിമം കൊള്ളുകല്ലാത്ത സാധനങ്ങളൊക്കെ മാറ്റി പുതിയ സാധനങ്ങൾ വെക്കുക. പിന്നെ ഹൈറ്റ് ചൂട് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിന് വേണ്ടി മാക്സിമം ഹൈറ്റ് കൊടുത്തുകൊണ്ട് പിന്നെ ഇതൊരു യൂറോപ്യൻ സ്റ്റൈൽ മോഡലാണ്.
പണി നേരത്തെ ഈ ഷീറ്റും ബോർഡും ഒക്കെ ആയിരുന്നു അതിൻ്റെ ഒരു ഭംഗി കെടുത്തിക്കൊണ്ടിരുന്നത്. ഇപ്പോൾ ഇത് എ ഷേപ്പ് ഒരു മോഡൽ സ്റ്റൈലിലായിട്ട് വരുന്നുണ്ട്. ചൂട് മാക്സിമം കുറയും. ചൂടിനെ കുറയ്ക്കുക എന്നുള്ളതാണ് പ്രധാനമായിട്ട് ലക്ഷ്യമിടുന്നത്. അതിനാണ് ഉയരം മാക്സിമം കൂട്ടിയിരിക്കുന്നത്. 10 അടി ഉയരമുണ്ടല്ലേ? പിന്നെ കാണാനുള്ള ഷേപ്പും നമ്മൾ മോള് ഷേപ്പായിട്ട് ഇരിക്കും. നമ്മൾ ഈ റോഡുകളിൽ കൂടെ പോകുന്ന സമയത്ത് മോൾ ഭാഗം നമ്മൾ താന്നിരുന്ന് കഴിഞ്ഞാൽ അതിന് ഭംഗി കൂടുള്ളൂ. അതുകൊണ്ട് മാക്സിമം പൊക്കി വെച്ചിരിക്കുന്നത്. കാരണം ഇതിന് മുകളിൽ കൂടെ റോഡാണ്. റോഡിൽ കൂടെ പോകുമ്പോൾ പോലും നല്ലൊരു ഷോയിൽ നമുക്കിത് കാണാൻ പറ്റും. വാസ്തവം പറഞ്ഞാൽ നമ്മുടെ ഈ പ്രദേശങ്ങളിൽ നല്ലൊരു താമസത്തിന് പറ്റിയ ഏറ്റവും ആധുനികമായ രീതി, ചിലവ് കുറച്ചും പിന്നെ ഏറ്റവും ചിലവ് കുറഞ്ഞ രീതിയിലാണ് സ്ട്രെങ്തും. പിന്നെ ഇതിൻ്റെ മെയിനായിട്ടുള്ള ഇനി ഗാർഡനിങ് ആണ്. ഗാർഡനിങ്ങിലാണ് ഇതിൻ്റെ ഭംഗിയിരിക്കുന്നത്. ഈ യൂറോപ്യൻ സ്റ്റൈലുള്ള ബിൽഡിങ്ങുകൾക്കെല്ലാം ഗാർഡനിങ് ആണ്. ഗാർഡനിങ് ഇല്ലെങ്കിൽ പിന്നെ ഭംഗിയില്ല. അപ്പോൾ ഏറ്റവും പ്രധാനമാണ്. ഇപ്പം നിലവിൽ തന്നെ നമുക്ക് അനേകം ചെടികളും പൂക്കളും ഒക്കെ നമുക്ക് ഇവിടെ കാണാൻ പറ്റും. ഏറ്റവും കൂടുതൽ താമരപ്പൂ കണ്ട ഒരു വീട് ഞാനിതാ. ഇതിനു മുമ്പ് ഞാൻ വീട് ചെയ്തിട്ടുണ്ട്. ഏറ്റവും കൂടുതൽ താമരപ്പൂ, വിവിധ ഇനം താമര, അത് തന്നെ. അത് ഇവിടെ ആയിരുന്നു നമ്മൾ കാണിച്ചത്. അത് നമ്മൾ ഇതിനു മുമ്പുള്ള വീഡിയോ നമ്മൾ ചെയ്തിട്ടുണ്ട്. റീസെറ്റ് ചെയ്ത് എടുക്കണം. ആ വീടിൻ്റെ പണി കഴിയുമ്പോഴത്തേക്ക് ഇത് നല്ലൊരു ഗാർഡൻ, ഇതിന് ചുറ്റും പൂക്കൾ ചെടികളും കൊണ്ട് നിറഞ്ഞിരിക്കാൻ നമുക്ക് കാണാൻ പറ്റും. അപ്പോൾ അതിന് ഈ രീതിയിലുള്ളൊരു വീടിൻ്റെ നിർമ്മാണ പ്രവർത്തനമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ശരി, ഓക്കെ. ഇതിൻ്റെ തുടർന്നുള്ള വീഡിയോ അടുത്ത എൻ്റെ പണി നടക്കുന്ന സമയത്ത്, എൻ്റെ മേച്ചിൽ നടക്കുന്ന സമയത്ത് കാണിക്കുക. ഇതുവരെ വീഡിയോ കണ്ട നിങ്ങൾക്ക് എൻ്റെ നന്ദി, നമസ്കാരം.